ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങളുടെ അനാലിറ്റിക്സ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. അതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹായ് ക്രിയേറ്റേഴ്സ്, അനാലിറ്റിക്സ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. ഹായ് ക്രിയേറ്റേഴ്സ്, നമ്മളെ വൈറ്റി സ്റ്റുഡിയോയുടെ അനാലിറ്റിക്സ് നോക്കാനാണ് നമ്മൾ പോകുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ളത് ആണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനെ നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ഓൺ ആക്കുന്നു. ഓക്കെ, ഇതിനകത്ത് ആദ്യം കാണിക്കാൻ പോകുന്നത് കമൻറ്റ് ചെയ്യാൻ ഈസിയുള്ള കാര്യം. അതായത് നമുക്ക് വരുന്ന കമൻറ്റുകൾക്ക് റീപ്ലൈ കൊടുക്കാൻ നമുക്ക് ഏറ്റവും ഈസിയുള്ള മാർഗം. നമ്മൾ യൂട്യൂബിൽ കയറി നമ്മുടെ ഓരോ വീഡിയോസും എടുത്ത് ആ കമൻറ്റിന് ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുത്ത് പോവുകയോ വളരെ താമസമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന നാലാമത്തെ ഓപ്ഷനായ കമൻസിനകത്ത് കയറുക. ഓക്കെ, അപ്പം നമ്മൾ കണ്ടല്ലോ, തൊട്ട് കമൻസിനകത്ത് കയറുക. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്ക് ഓരോരുത്തരായിട്ട് തന്നിട്ടുള്ള കമൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആ കമൻസ് ഒക്കെ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റും. മറുപടി വേണമെങ്കിൽ മറുപടിയും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്രയും ടിക്ക് ചെയ്തു. താഴെ നമുക്ക് ടോട്ടലായിട്ടുള്ള കാണാം. ഓക്കെ, വീണ്ടും നമ്മൾ ബാക്ക് ബട്ടൺ, മൊബൈലിൻ്റെ ബാക്ക് ബട്ടൺ കൊടുത്ത് ബാക്ക് ഇറങ്ങുന്നു. വീണ്ടും കമൻസിനകത്ത് കയറുന്നു. അപ്പോൾ അടുത്ത നെക്സ്റ്റ് കൊടുത്തേക്കുന്ന ലോൺ എടുത്തില്ല എന്നുള്ള പ്രോഗ്രാം നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതും നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം വീണ്ടും മൊബൈലിൻ്റെ ബാക്ക് ബട്ടൺ കൊടുക്കുന്നു. വീണ്ടും ബാക്ക് ബട്ടൺ കൊടുക്കും. നമ്മൾ വീണ്ടും കമൻസിനകത്ത് കയറും. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കമൻറ്റ് കൊടുത്തവരെ, കമൻറ്റ് തന്നവരുടെ ടിക്ക് ചെയ്യാനുള്ളത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ ടിക്ക് ചെയ്ത് വിടുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ ബാക്ക് ബട്ടൺ കൊടുത്ത് ഇറങ്ങുന്നു. വീണ്ടും നമ്മൾ അതേ കമൻസിൽ തൊടുന്നു. വീണ്ടും തേണ്ട എത്ര പേർക്ക് കമൻറ്റ് കൊടുക്കാനുണ്ടോ അതെല്ലാം നമുക്കിവിടെ പ്രത്യക്ഷമാവുന്നതായിരിക്കും. ഓക്കെ, കാണുന്നുണ്ടല്ലോ. അപ്പോൾ താഴോട്ട് നോക്കുക, വേറെ ആരുമില്ല. ഇത് ടോട്ടലാണ്. വീണ്ടും നമ്മൾ ബാക്ക് ബട്ടൺ അടിച്ചിറങ്ങുന്നു. വീണ്ടും കമൻസിൽ തന്നെ തൊടുന്നു. ഓക്കെ, വീണ്ടും തന്നെ നമുക്ക് കമൻറ്റ് ചെയ്തോളൂ. എല്ലാം കമൻറ്റ് ചെയ്തവരെല്ലാം ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും നമ്മൾ കമൻസ് കൊടുക്കുന്നു. ഇവിടെയും ടോട്ടൽ നമുക്കിവിടെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ ബാക്ക് ബട്ടൺ തൊട്ട് വെളിയിലിറങ്ങുന്നു. വീണ്ടും കമൻസിൽ തൊടുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് ഇവിടെ കമൻറ്റ് ചെയ്തവരെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാവരുടെയും കമൻറ്റിന് റീപ്ലൈ കൊടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാർഗം. നമ്മൾ വീഡിയോ തപ്പിക്കയറി കൊടുക്കേണ്ടതില്ല. ഇവിടെ തന്നെ നമുക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് തീരുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ടിക്ക് ചെയ്ത കമൻറ്റുകൾ വരും. ഓക്കെ, വീണ്ടും കണ്ടു. ഇത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാ കമൻറ്റിനും റീപ്ലൈ കൊടുക്കാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ബാക്ക് ബട്ടൺ ഇറങ്ങുന്നു. വീണ്ടും കമൻസിൽ തൊടുന്നു. അപ്പോൾ വീണ്ടും നമുക്കിവിടെ എനിക്ക് കമൻറ്റ് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് കമൻറ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, വീണ്ടും നമ്മൾ ബാക്ക് ബട്ടൺ ഇറങ്ങുന്നു. വീണ്ടും കമൻസിൽ കയറുന്നു. വീണ്ടും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം നമുക്ക് കമൻറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ആ വീഡിയോ എടുത്ത് കൊടുത്തു വരുമ്പോൾ നമുക്ക് ഒത്തിരി സമയമാകും. അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ഈ കമൻസിനകത്ത് ബാക്ക് ഇറങ്ങി കയറി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ആദ്യം ചെയ്ത് നമ്മൾ വന്നു. ഇതോടെ നമ്മുടെ കമൻസിൻ്റെ സെക്ഷൻ തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്ക് ഈസിയാണ് എല്ലാവർക്കും ടിക്ക് ചെയ്യാൻ. അല്ലാതെ വീഡിയോ നോക്കി പോയിട്ട് അത് ചെയ്ത് വരുമ്പം വളരെ സമയം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അനലിറ്റിക്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ സെൻട്രലായിട്ടുള്ള ബട്ടൺ അതിൽ തൊട്ട് കയറുന്നു. ഓക്കെ, നമ്മളിവിടെ കയറി. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഓവർവ്യൂ, കോണ്ടാക്റ്റ്, ഓഡിയൻസ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്ക് മേടിക്കണം. ഓവർവ്യൂവിൽ നമുക്ക് അതായത് ടോപ്പ് കമൻറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ടോപ്പ് കമൻറ്റ് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ യുവർ വീക്സ്, അതായത് നമ്മുടെ ഈ ആഴ്ചയിൽ നമുക്ക് എന്തിനൊക്കെയാണ് കിട്ടിയെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. 2.1K നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഷോർട്സ് ഫീഡാണ് ഫസ്റ്റ്. സെക്കൻഡ് വെർട്ടിക്കൽ ലൈവ് ഫീഡാണ്. മൂന്നാമത്തെ ചാനൽ പ്രോഗ്രാംസ്. ഓക്കെ, ഇവിടെ ടോപ്പിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ലൈക്സ്, അതുപോലെ തന്നെ ഷെയർ എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്, കമൻസ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ
അതായത് പുതിയ അതായത് വ്യൂവേഴ്സ് വീഡിയോസ് കണ്ട പ്രോഗ്രാംസ് ടോപ്പായിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ഇത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ബാക്ക് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൺ കൊടുക്കുന്നു. ഓക്കെ, അത് പോയി. അപ്പം നമുക്കതും ആ ബാഗിൻ്റെ കളർ മാറി. അപ്പോൾ അത് നമുക്കവിടെ കാണാൻ പറ്റും. ഇനി ഓവർ വ്യൂ, നമുക്കിനി കോണ്ടാക്റ്റിലേക്ക് പോകാം. ഇവിടെ കോണ്ടാക്ട്സ് നമുക്ക് കാണാം. നമ്മുടെ വ്യൂ എത്ര ഉണ്ടെന്ന് കാണാം, വ്യൂസ് എത്ര ഉണ്ടെന്ന് കാണാം. ഇവിടെ കണ്ടോ, നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള പ്രോഗ്രാംസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് വ്യൂസിൻ്റെ, അതായത് ഫൈൻഡ് യുവർ ലൈവ് സ്ട്രീമിൻ്റെ വ്യൂസുകളാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അത് 60% വെർട്ടിക്കൽ ലൈവ് ഫീഡ്. അപ്പോൾ അതുപോലെ ബ്രൗസർ അതിൻ്റെയും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോസിനെയും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കിവിടെ അറിയാൻ പറ്റും. ഇതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളും ഇവിടെ കാണിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ഓഡിയൻസിലേക്ക് കയറാം. അടുത്ത ഓഡിയൻസ് ചെന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ വ്യൂസിൻ്റെ അളവ് കാണാം. അതുപോലെ തന്നെ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ടോപ്പ് വ്യൂസ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ടൈമാണ്, അതായത് നമുക്ക് ഏത് സമയത്താണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ടൈമും, ഏത് ദിവസം ഏത് സമയത്താണ് നമ്മളെ കൂടുതൽ ആൾക്കാർ വീഡിയോസ് കാണുന്നത് എന്നുള്ളതാണിത്. ഇവിടെ നമുക്ക് കാണാം വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ്, അതായത് യൂട്യൂബിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് കാണുന്ന ടൈമും ഡേറ്റുമാണ് ഇവിടെ. മേളിൽ നമുക്ക് ഡേറ്റ് കാണാൻ പറ്റുന്നുണ്ട്, താഴെ നമുക്ക് സൈഡിലായിട്ട് വലത് സൈഡിൽ നമുക്ക് ടൈമും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് ഈ ലൈൻസ് അനുസരിച്ചാണ്, എത്ര ലൈനാണ് നമുക്കുള്ളത്. അപ്പോൾ എനിക്കിവിടെ നോക്കിയിട്ട് കാണാൻ പറ്റുന്നത് ഏകദേശം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ഈ 3 ദിവസങ്ങളാണ് എനിക്ക് ആൾ കൂടുതൽ. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് 17:56 എന്ന സമയത്താണ്. അത് റെയിൽവേ ടൈമാണ്, അത് നമുക്ക് കണക്കൂട്ടിയെടുക്കാനുള്ളേ ഉള്ളൂ. ഓക്കെ, അത് 3:59 ആരും കാണുന്നില്ലെന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. 5 മണിക്കും ആരും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പഴയ ഇതിലേക്ക് തന്നെ മാറി. ഓക്കെ, ഞാനിപ്പോൾ കൊണ്ടുവരാം. ഓക്കെ, ഓഡിയൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈംസ്. അതുപോലെ തന്നെ നമുക്ക് മൊബൈലിൽ എത്ര പെർസെൻറ്റ് കാണുന്നുണ്ട്, 98% 7 പോയിൻ്റ് മൊബൈലാണ് എൻ്റെ പ്രോഗ്രാംസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടാബ്ലറ്റ് കാണുന്നത് 0.7% ആണ്. ടി വിയിൽ കാണുന്നത് 0.4% ആണ്. കമ്പ്യൂട്ടറിൽ 0.2. ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം. 100%-ൽ ഇത്ര പെർസെൻറ്റേജ് ഓരോ ഇതിലാണ് കാണുന്നുള്ളതാണ്. പിന്നെ ഏജ് എന്ന് പറയുമ്പോൾ നമ്മുടെ 28 ദിവസം, ഈ കഴിഞ്ഞ 28 ദിവസത്തെയാണ്. 13 മുതൽ 17 വയസ്സ് വരെ 5% ആണ് കാണുന്നത്. 18 മുതൽ 24 ഏജുള്ളവർ 6.3 കാണുന്നത്. അതുപോലെ തന്നെ 25 മുതൽ 54 വയസ്സ് വരെയുള്ളവർ 24.1% ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് 25 മുതൽ 1 സെക്കൻഡ് ഓഡിയൻസ്. ഓക്കെ, 25 മുതൽ 34 വയസ്സുള്ളവരാണ് ഒന്ന്. അതുപോലെ തന്നെ 35 വയസ്സ് മുതൽ 44 വയസ്സ് ഉള്ളവരാണ് 24.9%. അതാണ് ഇതിനകത്ത് ടോപ്പ്. അപ്പോൾ എൻ്റെ പ്രോഗ്രാംസ് കാണുന്നത് 35 മുതൽ 44 വയസ്സുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ 45 മുതൽ 54 വയസ്സുള്ളവർ ഇങ്ങനെ പട്ടികയായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ 65 വയസ്സുള്ളവർ കാണുന്നത് 9%, 9.2% പേരാണ്. ഇനി ഇവിടെ ഗർണിയർ കാണാം. നമുക്ക് ഇവിടെ മെയിൽ 61%, 6% ആൾക്കാരാണ് മെയിൽ കാണുന്നത്. എൻ്റെ പ്രോഗ്രാം ഫീമെയിൽ കാണുന്നത് വളരെ കുറവാണ്, 38% ആണുള്ളത്. ഓക്കെ, 38.4%. ഓക്കെ, അതുപോലെ പ്രായത്തിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ
മെയിലാണോ ഫീമെയിലാണെന്ന് നമുക്ക് മനസ്സിലായി കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ ജോഗ്രഫി, അതായത് ഏത് നാട്ടുകാരാണ് നമ്മളെ കൂടുതൽ പ്രോഗ്രാം കാണുന്നത്. എൻ്റെ 83% പേരും, അതായത് 83.1%, ഓക്കെ, അത്രയും പേരും ഇന്ത്യക്കാരാണ് എൻ്റെ പ്രോഗ്രാം കാണുന്നത്. അതുപോലെ തന്നെ അറേബ്യക്കാർ 1% പേരേ ഉള്ളൂ. എന്ന് വെച്ചാൽ 1%-ൽ 1.3% പേരാണ്. അതുപോലെ ബംഗ്ലാദേശ് 1% പേരാണ് എൻ്റെ പ്രോഗ്രാംസ് കാണുന്നത്. ഇതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതായത് പുതിയ വ്യൂവേഴ്സാണ്. നമ്മുടെ 28 ദിവസത്തെ പുതിയ വ്യൂസാണ്. ഇത് സബ്സ്ക്രൈബേഴ്സ് അല്ല, നോ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ പുതിയ വ്യൂസ് 99.3% പേരാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒരു 50-ൽ മേളിലായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാകുക ചാനൽ കൊണ്ട്. ഇത് ഇതിനകത്ത് ലാംഗ്വേജസും ഉണ്ട്. ഓക്കെ, മലയാളം വളരെ കുറവാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് വാച്ച് ടൈം ഫോർ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നത് 64.3% പേരാണ്. നോ സബ്സ്ക്രൈബഡ്, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കണ്ടേക്കുന്നത് 35.7% പേരാണ്. ഇപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ വീഡിയോസിൻ്റെയും ഷോർട്സിൻ്റെയും ലൈവിൻ്റെയും റിസൾട്ടാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ട്രെൻഡിങ്സിലേക്ക് പോകാം. ഈ ട്രെൻഡിങ്സ് എന്ന് കിടക്കുന്നതിൽ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് പുതിയ ട്രെൻഡിലുള്ള വീഡിയോസാണ്. അപ്പോൾ ഈ വീഡിയോസ് നമുക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇതുപോലത്തെ പ്രോഗ്രാം ചെയ്യാനും നമുക്ക് സാധിക്കും. ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൽ നോക്കിയിട്ട് ആ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ലളിതമായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ കാണുക, മനസ്സിലാക്കുക. നമ്മുടെ ഓരോ ഹിസ്റ്ററികളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടൈംസ്, നമ്മുടെ ഷോർട്സ് ഇടേണ്ട ടൈം എനിക്കാണെങ്കിൽ 17:59 ടൈം. എൻ്റെ കൂടുതൽ ഷോർട്സ് ഓടിയേക്കുന്നതും അല്ലെങ്കിൽ വീഡിയോസ് ഓടിയേക്കുന്നതും സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഈ വരകൾ കാണുന്നത് കണ്ടില്ലേ, ഒരു ലൈൻസ് കൂടുതൽ കാണുന്നത് ആ സമയവും ഏത് ഡേറ്റ് ആണെന്ന് മേളിൽ നോക്കിയിട്ട് ആ സമയത്ത് വേണം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.